ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കേരളത്തിൽ കുറേ വർഷങ്ങളായി മഴ വളരെ കുറവാണ്. ഇതിൻ്റെ കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം. അതിലെ ചില കാരണങ്ങൾ നമ്മൾക്കിവിടെ ചർച്ച ചെയ്യാം. നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ കണ്ട വീഡിയോ ആണ് ഓർമ്മ വരുന്നത്. ഒരു വീട്ടിലെ പൂന്തോട്ടത്തിലെ ചെടികളെ നനയ്ക്കാൻ ഒരു ബംഗാളിയെ ജോലിക്ക് നിർത്തും. ഒരു ദിവസം ബംഗാളി ഹോസ് ഉപയോഗിച്ച് ചെടികൾ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ മഴ വരും. ബംഗാളികൾ മലയാളികളെപ്പോലെ മടിയന്മാരല്ല, ചെയ്യുന്ന തൊഴിൽ ആത്മാർത്ഥതയുള്ളവരാണ്. ബംഗാളി ഓടിച്ചെന്ന് ഒരു കുടയെടുത്ത് വന്ന് കുടയും പിടിച്ച് ഹോസ് ഉപയോഗിച്ച് ചെടികൾ നനച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ജോലിക്കാരും. മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്യില്ല, മഴ പെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അന്ന് തീർച്ചയായും മഴ പെയ്തിരിക്കും. ഇവർ എങ്ങനെയാണ് മഴ വരുമോ ഇല്ലയോ എന്ന് കണക്കാക്കുന്നത് എന്ന് നമ്മൾ ടി വിയിലും മറ്റും കണ്ടിരിക്കും. ഒരു വേൾഡ് മാപ്പിൻ്റെ ഗ്രാഫിൽ ഒരു ഭാഗത്തു നിന്ന് കാർമേഘം വരുന്നത് ഒരു വെളുത്ത നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കും. ഈ കാർമേഘം അവിടെ നിന്ന് നീങ്ങി അത് നമ്മുടെ കേരളത്തിൽ എത്താൻ എത്ര സമയം അല്ലെങ്കിൽ എത്ര ദിവസം വേണമെന്ന് കണക്കാക്കിയാണ് അവർ മഴ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. എന്നാൽ മറ്റേതെങ്കിലും ഭാഗത്തു നിന്ന് വരുന്ന കാറ്റ് ഈ കാർമേഘത്തെ മറ്റൊരു ഭാഗത്തേക്ക് നീക്കിക്കൊണ്ടുപോകുമെന്ന് കണക്കാക്കാൻ പോലും ഇവർക്ക് അറിയില്ല. അവർ കണക്ക് കൂട്ടിയ പോലെ കൃത്യസമയത്ത് കാർമേഘം ഇവിടെ എത്തിയെന്നിരിക്കട്ടെ, ഈ കാർമേഘം തണുത്താൽ മാത്രമേ മഴയുണ്ടാകുകയുള്ളൂ. ഈ കാർമേഘം ഇവിടെ എത്തുമ്പോൾ അത് തണുക്കാനുള്ള ടെമ്പറേച്ചർ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണക്കാക്കാനും ഇവർക്കറിയില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ ജോലി കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കാൻ ജനങ്ങളിൽ നിന്ന് നികുതി പിഴിഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടച്ചുപൂട്ടുന്നതാണ്. ഈ പറഞ്ഞതെല്ലാം ഒരു തമാശയാണെങ്കിലും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും കുന്നുകളും മലകളും പൊളിച്ചു മാറ്റുന്നതുമാണ് കാലാവസ്ഥ തകിടമറിയാനുള്ള കാരണമെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഇതിനെ എതിർക്കാൻ ആരും തയ്യാറുമല്ല. ചില സമയങ്ങളിൽ കോടതി പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. കഴിഞ്ഞ വേനലിലുണ്ടായ അതികഠിനമായ ചൂടും അതിനെ തോൽപ്പിക്കാനായി നമ്മൾ ചിലവാക്കിയ കറണ്ടും അതുമൂലമുണ്ടായ കറണ്ട് ബില്ലും നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. നമ്മളെല്ലാവരും കഴിയുന്നത്ര മരത്തൈകളും മറ്റു ചെടികളും നട്ടു വളർത്തുക. ഇല്ലെങ്കിൽ നല്ല ഓക്സിജൻ പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അതുപോലെ സ്ഥലമുള്ളവർ വീട്ടുവളർപ്പിൽ മഴക്കുഴികൾ നിർമ്മിക്കുക. ഇപ്പോൾ കിട്ടുന്ന ചെറിയ മഴവെള്ളമെങ്കിലും നമ്മൾക്ക് ഭൂമിയിലേക്ക് ഇറക്കി വിടാൻ ഇത് ഉപകാരപ്പെടും. ചെറിയ കുഴികളാണെങ്കിലും മതി, ഇല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടാതെയാകും. ഈ തട്ടിക്കൂട്ടിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.